ഇപ്പം നിങ്ങളിവിടെ കണ്ടതാണ് ചെറിയ തട്ടിക്കൊട്ട് തിരുവാതിര. ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയാ പരിപാടി എന്നല്ലേ. ഇപ്പോൾ ഒരു തിരുവാതിര കഴിഞ്ഞു. ഇനി നമുക്ക് പോണത് ഷോപ്പിങ്ങിനാണ്. നാളത്തെ സദ്യക്കുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ ഞാനും ചേച്ചിയും ഇറങ്ങി. പിന്നെ ഞങ്ങളിത് എത്തി ടു ദ മാർക്കറ്റ്. ഇവിടെ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പോയത് പച്ചക്കറി വാങ്ങിക്കാനാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് മെയിനായിട്ടുള്ള സ്ഥലത്താണ് പൂ വാങ്ങിക്കാൻ. പൂക്കളം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓണം. അങ്ങനെ ഞങ്ങൾ നോക്കി സെലക്റ്റൊക്കെ ചെയ്ത് കുറച്ച് അധികം പൂകളൊക്കെ വാങ്ങിയിട്ട് കണ്ടോ, ചേട്ടൻ പെറുക്കി ഇടുന്നുണ്ടോ, ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയ പൂകളാണ്. ഈ പൂക്കളൊക്കെ വാങ്ങി എടുത്ത് വാരി നമ്മൾ പോവാണ് വീട്ടിലേക്ക്. As we don't have Vada in Pondicherry, we have to buy Vada ella by paying. പായസത്തിന് വേണ്ട പാലൊക്കെ വാങ്ങി ഇതേ ഞങ്ങൾ ഇറങ്ങുന്നു ടു ദ ഹോം. ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഗൈസ്. Hi. ഹൈഡ്രേഷൻ മസ്റ്റ്. വെള്ളം കുടിക്കാൻ മറക്കരുത്. ഹാവ് 3 liters of water per day. I just have 1 liter. ഇത് പച്ചടിയാണ് കേട്ടോ. പച്ചടിയുടെ ഫസ്റ്റ് പാട്ടായത്. ഇനി സെക്കൻഡ് പാട്ട് തേർഡ് പാട്ടെല്ലാം വരും. അവിടെ ചെല്ലേ സാമ്പാറിന്റെ ഫസ്റ്റ് പാട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നൊരു സാധനത്തിനെ കണ്ടോ. ഈ വയസ്സിൽ എനിക്കൊന്നുമില്ലായിരുന്നു തോന്നുന്നു. ഇത് വേറെ ഒന്നല്ല, എൻ്റെ അമ്മ ബ്ലൗസിൽ താജ്മഹൽ പണിയാണ്. ആ ബ്ലൗസ് കുറച്ച് പ്രശ്നമായിരുന്നു. കണ്ടോ, കണ്ടോ, ഇതൊക്കെ മുറിച്ചിട്ടിട്ട് എൻ്റെ അമ്മ ആ ബ്ലൗസ് സെറ്റാക്കി തന്നിട്ടുണ്ട്. നാളെ ഞാൻ ഔട്ട്ഫിറ്റ് ചെക്ക് കാണിക്കും. അപ്പം നിങ്ങൾ കണ്ടോ, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ബാക്ക് ക്ലോസ്ഡ് ബ്ലൗസ്. അത് കാരണം സൈഡ് ഓൾട്ടർ ചെയ്തപ്പം എനിക്ക് ഇടാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് പ്രോസസ്സാണ് സദ്യക്ക് വേണ്ടി പച്ചക്കറികൾ അരിഞ്ഞിടൽ. അതൊക്കെ രേഷ്മ ചേച്ചിയുടെ ഭാഗമായിരുന്നു. ഐ വാസ് നോട്ട് അറ്റ് ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഇത് കണ്ടോ, ക്യാബേജ്, ഇത് സംതിങ് ഐ ഡോണ്ട് നോ. പിന്നെ അവിടെ ചെന്ന സ്ഥിതിക്ക് എന്നെ അവിടെ പണി ഏൽപ്പിച്ചു. കരഞ്ഞുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നത് കണ്ടോ. എനിവേസ് വാട്ട് ടു ഡു, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഒരുവിധം കിച്ചൺ പണികളൊക്കെ കഴിഞ്ഞ് ഐ ആം ജസ്റ്റ് സിറ്റിംഗ് ഡൗൺ ഫോർ സം മിനിറ്റ്സ്. ഇനി അടുത്ത പണിക്ക് പോകണം. അതാണ് പൂ മുറിച്ചിടൽ, കട്ടിങ്. പൂ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക, ഡ്രോയിങ് വരച്ച് വെച്ചിട്ട് നാളെ രാവിലെ കൂടുക. സോ പൂ പറിച്ചിടൽ അരിഞ്ഞിടൽ പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പണിയാണ് വൃത്തിയാക്കൽ. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് പാർട്ട്. വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞു. Let's go to പൂക്കളം. No, just drawing. No putting. Tomorrow morning putting. പൂക്കളം മാസ്റ്റർ, ഒന്നിങ്ങോട്ട് നോക്കൂ. അതിനെപ്പറ്റി വല്ല രണ്ട് വാക്ക് പറയോ? അതെ, എന്തെങ്കിലും പറയോ? എന്തെങ്കിലും എന്ന് വെച്ചാൽ ഞാനിപ്പോ പരത്തറി പറയും. അതൊക്കെ നമുക്ക് ബീപ്പ് അയച്ചിടാം. എന്റെ പൂക്കളം മാസ്റ്റർ എന്തോ ടൂൾസ് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. എല്ലാരും വരിയായി പോകുന്നുണ്ട്. ഞാനും പോവാ. സോ ഗൈസ്, ഫൈനലി പൂക്കളത്തിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ വന്നിട്ട് പൂക്കളം ഇടണം. ഐ തോട്ട് പൂക്കളം ഇടൽ വാസ് ഈസി, പക്ഷേ ഈസി അല്ലായിരുന്നു. ഒരുവിധം സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, വിച്ച് കളർ വെയർ ആൻഡ് ഓൾ. നാളെ രാവിലെ എണീറ്റിട്ട് പൂക്കളം ഇടണം. ദാറ്റ്സ് ദ തിങ് യു ഹാവ് ടു ഡു. So guys, it's a wrap for today's vlog. That's all. It was a pre-Onam vlog. നാളെയാണ് വരുന്നത് ഒറിജിനൽ ഓണം vlog. So don't forget to subscribe, like and share. Bye. Happy Onam.